ഹായ് അസ്സാം വലൈക്കും. ഇന്ന് നമുക്കൊരു ഫ്ലവർ സമൂസാണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പമാണ്. എന്നാൽ നല്ല ടേസ്റ്റിന് ഒരു കുറവുമില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഫ്ലവർ സമൂസാണ്. ആദ്യം ഞാനിതിലേക്ക് മൈദമാവ് കുഴച്ച് പത്തിരി പരത്തി എടുത്തതാണ്. ഞാനത് വീഡിയോ ലെങ്ത് ആവും വിചാരിച്ചിട്ടാണ് അതൊന്ന് കാണിക്കാൻ. എല്ലാവർക്കും അറിയുന്നതല്ലേ, നമ്മൾ സമൂസൊക്കെ കുഴക്കണ മാതിരി മാവ് മൈദ എടുത്ത് കുഴച്ചിട്ട് ഇതുപോലെ നേരിയതാക്കി പരത്തിയിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കുക. സമൂസൻ്റെ ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതുണ്ടെങ്കിൽ ഈ പണിയില്ല കേട്ടോ. ഈ പണിയും ഒഴിവാണ്. അപ്പൊ അതുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിനെക്കാട്ടി എളുപ്പം പണി കഴിയും. പരുത്തൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. എൻ്റെ കയ്യിൽ സമൂസന്റെ ഷീറ്റ് ഇല്ലാത്തതിനെ കൊണ്ടാണ് ഞാൻ ഇത് പരത്തിയിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കുന്നത്. വാട്ടി മാത്രം എടുത്താൽ മതി, അധികം നേരം വെച്ച് ചുട്ടെടുക്കരുത്. അപ്പോൾ അതൊരു ഹാർഡായിട്ട് വരും. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ ഒറ്റ ഒരു മറിച്ചിടൽ മാത്രം മതി. അങ്ങനെ ഞാനിതൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് കഴിയും ചെയ്യും. നല്ല നല്ല ടേസ്റ്റിന് ഒരു കുറവില്ലാത്തൊരു സമൂസാണ്. മസാല ഒന്നും വഴറ്റി നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ചിക്കന് സാധാരണ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ഇട്ടിട്ട് ഇതേപോലെ മസാല തേച്ച് വെച്ചതാണ് കേട്ടോ. ഞാനതൊക്കെ എല്ലാവർക്കും അറിയുന്നതിനെ കൊണ്ടാണ് അതൊന്നും കാണിക്കാത്തത്. കുറച്ച് വലിയ പീസാവണം കേട്ടോ. നന്ന ചെറിയ പീസല്ല, ഒരിത്തിരി വലിയ പീസായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതിനെ കൊണ്ട് ഇനി ഇത് ചെയ്താൽ അത്ര ശരിയാവുമോ എന്നുള്ള അറിയാത്തതിനെ കൊണ്ട് കുറച്ചേ ചെയ്യുന്നുള്ളൂ. കാരണം കുറച്ച് മതിയും താനും, എനിക്ക് വീട്ടിൽ ആളില്ലാത്തതിനെ കൊണ്ട് അത് മതിയും താനും. പക്ഷെ എന്നാലും ഞാൻ കുറച്ചാണ് ചെയ്തത്. പക്ഷെ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. സമൂസേൻ്റെ ഷീറ്റ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ കഴിയും കേട്ടോ. അത് ഞാൻ ചെയ്യുന്ന മാതിരി തന്നെ അത് സെൻറ്റർ അങ്ങനെ മുറിച്ചെടുത്താൽ മതി. ഞാൻ അതിലേക്ക് കുറച്ച് ഈളെടുത്ത് വെച്ചിട്ടുണ്ട്. ടൂത്ത് പിക്കായാലും മതി. എൻ്റെ കയ്യിൽ ടൂത്ത് പിക്കില്ല. നമ്മൾ ആദ്യം ഇങ്ങനെ ആ പത്തിരി ഒന്ന് നടുമടക്കുക. നിങ്ങൾക്ക് പത്തിരി ഞാൻ മടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്ര സോഫ്റ്റ് ആണെന്നുള്ളത്. നന്നായിട്ട് എന്നിട്ട് ഞാനിത് സെൻറ്റർ മുറിച്ചെടുക്കാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ സ്ക്വയർ ആയിട്ട് മുറിച്ചെടുത്ത് എന്നിട്ട് മറിച്ചിട്ട് നമ്മൾ എന്താക്കുക, അതൊന്ന് മടക്കുക. മറിച്ചിട്ട് ഇതങ്ങനെ. അപ്പോൾ ഈ ഫസ്റ്റ് മടുക്കുന്ന ഭാഗം കുറച്ചൊന്ന് വിട്ട് വെച്ചിട്ടാണ് അടുത്ത ഭാഗം കുറച്ചൊന്നും ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് മടുക്കാം. എന്നിട്ട് ഫ്ലവർ പിന്നെ ഇതാ കട്ട് ചെയ്യാം. അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് ആ മുറിച്ച ബാക്കിനെ കൊണ്ട് അങ്ങനെ ചെയ്യാം. പക്ഷെ അത് ഇത്ര ഫ്ലവറായിട്ട് ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ഷീറ്റിൻ്റെ കുറച്ച് വലുപ്പം ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഫ്ലവറായിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാവുള്ളൂ. കണ്ടോ, അങ്ങനെ രണ്ടാമത്തെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം മുറിച്ചെടുത്ത് നമുക്ക് എന്നിട്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ ഫ്രൈ ചെയ്ത ചിക്കൻ എടുത്തിട്ട് വെക്കാം. അതിനാണിത് അത്യാവശ്യം വലുപ്പമുള്ള പീസാക്കിയത് കേട്ടോ. കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവണ്ട. നല്ല വെക്കുമ്പോൾ ചിക്കൻ വെക്കുമ്പോൾ നോക്കണം, ചിക്കൻ്റെ മേലെ കൂടിയാണ് കേട്ടോ നമ്മൾ ആ ഈള് കുത്തുന്നത്. എന്നാലേ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചിക്കൻ വേറിട്ട് പോകുമല്ലോ. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്യാം. ഈളാകുമ്പോൾ പാകത്തിന് എടുത്താൽ മതി. ഞാൻ പിന്നെ എടുക്കുമ്പോൾ ചെറുതായിട്ട് തന്നെ എടുത്ത് ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈളെടുത്ത് മാറ്റാം കേട്ടോ. അങ്ങനെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്ത് വെക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കുക. ഇങ്ങനെ വെച്ചിട്ട് നല്ലോണം ഒരേ ലെവലിൽ വെച്ചിട്ട് വേണം ഇത് ഫ്ലവറാക്കി എടുക്കാൻ. കാണുമ്പോൾ ഭംഗിയുള്ള മാതിരി തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മൊരിച്ചലുണ്ടായിരുന്നു. നമ്മൾ ഒന്ന് പത്തിരി വാട്ടിയെടുക്കുന്നതാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു നല്ല ആ ഒരു നല്ലൊരു ടേസ്റ്റ് എന്ന് തന്നെ പറയണം. അങ്ങനെ ഞാനെല്ലാം ചെയ്തെടുത്ത്. ഞാൻ കുറച്ചേ ചെയ്തിട്ടുള്ളൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അങ്ങനെ തിളച്ച വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിലിൽ ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്നാവും കേട്ടോ അത്. അത് ഞാൻ വാട്ടിയത് നമ്മൾ വരുന്നില്ല, അത് വാട്ടിയെടുക്കുന്നതിനെ കൊണ്ട് പെട്ടെന്ന് കുറേ നേരം ഒന്നും നിൽക്കണ്ട. അതിനെ കൊണ്ട് ചിക്കൻ ഇപ്പം കരിഞ്ഞു പോവുകയും ചെയ്യൂല. മറ്റേത് നമ്മൾ വേവണ്ടേന്നുള്ള ഒരു പ്രശ്നം വരുമല്ലോ. നമ്മളിത് ഓൾറെഡി വെന്ത ചിക്കൻ ആയതുകൊണ്ട് ഒരു പ്രശ്നമില്ല. നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് ഒരു എന്താ പറയുക, 2 മിനിറ്റും കൂടി വേണ്ട, പെട്ടെന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.
നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിനെ കൊണ്ടാണ് ഞങ്ങൾ ട്രൈ ചെയ്യണം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. വീഡിയോ പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കണ്ടോ, നല്ല അടിപൊളി ചിക്കൻ സമൂസ, ഫ്ലവർ സമൂസ തയ്യാറായി. താങ്ക് യു.